الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد المبعوث رحمة للعالمين بشيرا ونذيرا هاديا إلى الله بإذنه وسراجا منيرا أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا ومهدت له تمهيدا ثم يطمع أن أزيد كلا إنه كان لآياتنا عنيدا سأرهقه صعودا صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ ധാരാളം ഔദാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ അവനോട് നന്ദികേട് കാണിക്കുകയും അവനെ ഭയപ്പെടാതെ അവൻ്റെ പിടുത്തം എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഒരു ഭയവും കൂടാതെ ഐഹിക ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ധാരാളമായി നമുക്ക് കാണാം. അങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങളെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്തു. പക്ഷേ ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേട് കാണിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്. സത്യം മനസ്സിലാക്കിയിട്ടും പലതരത്തിലുള്ള താൽപര്യങ്ങൾക്കും വേണ്ടി ആ സത്യം അംഗീകരിക്കാൻ അവർ സന്നദ്ധരാവുകയുണ്ടായില്ല. കാരണം ആ സത്യം സ്വീകരിച്ചാൽ, അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അവര് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും നഷ്ടപ്പെട്ടു പോകുമോ എന്നവർക്ക് ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ ഈ ദുനിയാവ്, ആ ദുനിയാവിലെ സുഖങ്ങള്, സൗകര്യങ്ങൾ, അവിടത്തെ സ്ഥാനം, പദവി, അവിടെ നിന്ന് ലഭിക്കുന്ന ആദരവുകൾ, ബഹുമാനങ്ങൾ, അതിന് സർവ പ്രാധാന്യം കൽപ്പിക്കുകയും ആഖിറത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവഗണിച്ച് തള്ളുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് അത്തരം ആളുകൾ സ്വീകരിച്ചത്. അപ്പോൾ ആ വിഭാഗത്തെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ അത്തരക്കാരെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്ര, ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്ര, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർ അല്ലാഹുവിനെ ധിക്കരിക്കാനും നന്ദികേട് കാണിക്കാനുമുള്ള ഉപാധികളാക്കിയിട്ട്, അതിനുള്ള വസ്തുതകളാക്കി, അവക്കുള്ള മാധ്യമങ്ങളായി സ്വീകരിച്ചു. ഏതൊരു അനുഗ്രഹത്തിന്റെ പേരിൽ അല്ലാഹുവിന് നന്ദി കാണിക്കേണ്ടതുണ്ടായിരുന്നുവോ, അവനോട് കൂടുതൽ വിധേയത്വം കാണിക്കേണ്ടതുണ്ടായിരുന്നുവോ, അവന് കൂടുതൽ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതുണ്ടായിരുന്നുവോ, ആ കാര്യങ്ങൾ, ഇതിന് തികച്ചും വിപരീതമായ ഒരു നിലപാട് സ്വീകരിക്കാനാണ് അവർക്ക് പ്രചോദനമായത്. അങ്ങനെ നന്ദികേടിന്റെ അങ്ങേയറ്റത്ത് എത്തിച്ചേറുമാറുള്ള ഒരു നിലപാട് ആ ആളുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചില വ്യക്തിത്വങ്ങളെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എതിർപ്പിന്റെ മുൻപന്തിയിൽ നിൽക്കുകയും ഇസ്ലാമിന്റെ എല്ലാ മുന്നേറ്റത്തിനും തടസ്സമായി നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തി. അദ്ദേഹത്തെ നമുക്ക് ചരിത്രത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വലീദ് ഇബ്നുൽ മുഗീറ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ്. നമുക്കെല്ലാവർക്കും ഇസ്ലാമിക ചരിത്രത്തിൽ രോമാഞ്ചജനകമായ ഒരു വ്യക്തിത്വമായിട്ട് നാം മനസ്സിലാക്കുന്ന ഖാലിദ് ഇബ്നുൽ വലീദ് ഉണ്ടല്ലോ. ആ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ പിതാവാണ് വലീദ് ഇബ്നുൽ മുഗീറ എന്ന് പറയുന്ന വ്യക്തി. ആ വലീദ് ഇബ്നുൽ മുഗീറയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില ആയത്തുകളാണ് ഇതിന്റെ തുടക്കത്തിൽ, ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദർനി വമൻ ഖലഖതു വഹീദ. ഞാൻ സ്വന്തമായി സൃഷ്ടിച്ച ഒരാളുണ്ട്, ആ ആളെയും എന്നെയും നീ ഉപേക്ഷിക്കുക, ഒഴിവാക്കുക, അവനെ കൈകാര്യം ചെയ്യാൻ എനിക്ക് വിട്ടുതരിക എന്നർത്ഥം. ദർനി വമൻ ഖലഖതു വഹീദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായി സൃഷ്ടിച്ച എന്ന് പറയുമ്പോൾ അല്ലാഹുവിൽ പങ്കുചേർക്കുകയും അല്ലാഹുവിൽ പലതരത്തിലുള്ള ശക്തികളെയും ആരാധ്യന്മാരായി കരുതുകയും അവരൊക്കെ ബഹുദൈവങ്ങളായിക്കൊണ്ട് സങ്കല്പിക്കുകയും ചെയ്യുന്ന ആ വിശ്വാസത്തെ ഖണ്ഡിക്കുകയാണ് ഒന്നാമതായി ചെയ്യുന്നത്. അവനെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കുകയും പൂജിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളോ ശക്തികളോ ഒന്നുമായിരുന്നില്ല, ഞാനായിരുന്നു. ഏകനായിക്കൊണ്ടാണ് ഞാൻ അവനെ പഠിച്ചത്. അവന്റെ സൃഷ്ടിപ്പിലോ അല്ലെങ്കിൽ അവൻ ഈ നിലയ്ക്ക് എത്തിയതിലോ വേറെ ആർക്കും ഒരു പങ്കുമില്ല, ഒരു തരത്തിലുള്ള അവകാശവുമില്ല. അങ്ങനെ എന്റെ മാത്രം ഔദാര്യം കൊണ്ടാണ് അവൻ പിറന്നതും എന്റെ മാത്രം ഔദാര്യം കൊണ്ടാണ് ഇന്ന് എവിടങ്ങളിലെല്ലാം അവൻ എത്തിയോ അവിടെയൊക്കെ അവൻ എത്തിപ്പെട്ടതും. വജഅൽതു ലഹു മാലം മംദൂദ. അവന് ധാരാളം സമ്പത്ത് ഞാൻ നൽകി. വലിയ സമ്പന്നനാണ്, സാമ്പത്തികമായി നല്ല കഴിവുള്ള ആളാണ്. അതിന്റെ പേരിൽ പൊങ്ങച്ചം നടിക്കുകയും അഹങ്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമാണ്. വലീദ് ഇബ്നുൽ മുഗീറയെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, പേര്, പ്രശസ്തി എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ പേരിനും പ്രശസ്തിക്കും സഹായകമാകുന്നത് ആയിരിക്കണം. അതിന് എതിരായിക്കൊണ്ട് ഒരു പൈസ പോലും ചെലവാക്കുകയില്ല. അതിന് പറ്റാത്തതാണ് എങ്കിൽ സാധുക്കളെ സഹായിക്കുക, കഷ്ടപ്പെടുന്നവരെ കണ്ണീരൊപ്പുക, അതുപോലെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് താങ്ങും തണലുമായി വർത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു പൈസയും ചെലവഴിക്കുകയില്ല. പക്ഷേ പേരും പ്രശസ്തിയും കിട്ടും എന്ന് കണ്ടാൽ അതിനുവേണ്ടി എന്തും ചെലവഴിക്കാൻ തയ്യാറായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, അന്നത്തെ കാലഘട്ടത്തിൽ ഹജ്ജ് കാലത്ത് ഹജ്ജിനു വേണ്ടി വരുന്ന ആളുകൾ, ജാഹിലിയ കാലത്തും ഹജ്ജ് എന്ന് പറയുന്ന സമ്പ്രദായമുണ്ടല്ലോ, അതിന്റെ ആചാരങ്ങള്, രീതികള്, ആരാധനാ കർമ്മങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ബിംബാരാധനയുടെ ഒരു സ്വഭാവമാണ് അതിൽ നിറഞ്ഞ് കാണുന്നത്. എങ്കിലും ധാരാളം ആളുകൾ അറേബ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് കാലത്ത് ഹജ്ജിന് വേണ്ടി വരാറുണ്ടായിരുന്നു. ഏകദേശം 20,000-ഓളം ആളുകൾ, അല്ലെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ ആളുകൾ അക്കാലത്ത് കൊല്ലം തോറും ഹജ്ജിന് ഒരുമിച്ച് കൂടുമായിരുന്നു എന്ന് പറയുന്നു. ആ 20,000-ഓളം ആളുകൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്തിരുന്നത് വലീദ് ഇബ്നുൽ മുഗീറയായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ആ ഭക്ഷണം അല്ലാതെ കണ്ട് അന്ന് അവിടെ ആരും തീക്കൂട്ടരുത് എന്ന് വലീദ് ഇബ്നുൽ മുഗീറയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാജിമാർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്നത് താനായിരിക്കണമെന്നും ആ പേരും പ്രശസ്തിയും അറേബ്യയിലെ മുക്കുമൂലകളിലും എല്ലാ കുടുംബങ്ങളിലും എല്ലാ ഗോത്രങ്ങളിലും പരക്കണമെന്നും അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നേതൃത്വം ഈ രംഗത്ത് തനിക്ക് കിട്ടണമെന്നുമുള്ള ആഗ്രഹം വലീദ് ഇബ്നുൽ മുഗീറക്കുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ സമ്പത്തിലേക്കുള്ള സൂചനയായിക്കൊണ്ടാണ് പറയുന്നത്, വജഅൽതു ലഹു മാലം മംദൂദ. ധാരാളം സമ്പത്ത് നാം അദ്ദേഹത്തിന് നൽകുകയുണ്ടായി എന്ന്. കഅബയുടെ അതിന്റെ
കില്ല എന്നോ അല്ലെങ്കിൽ അതിന്റെ ആവരണം എന്നോ ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ കഅബയെ പുതപ്പിക്കുന്ന ആ വസ്ത്രം അത് ഉണ്ടാക്കുക എന്നതും അത് തന്റെ ചെലവിലായിരിക്കണം എന്ന് വലീദ് ബിൻ മുഗീറ നിർബന്ധം പിടിക്കുമായിരുന്നു. ഖുറൈശികളൊക്കെ എല്ലാവരും കൂടി ഒരു തവണ കഅബയുടെ കിസ്വ ഉണ്ടാക്കിയാൽ രണ്ടാമത്തെ തവണ വലീദ് ബിൻ മുഗീറ സ്വന്തമായിരിക്കണം എന്നുള്ള രൂപത്തിൽ അതിനും വാരിക്കോരി ചെലവഴിക്കാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നു. അപ്പൊ ആ രീതിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ആ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു പദവിയും നേതൃത്വവും തനിക്കുണ്ടായിരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു ഈ വലീദ് ബിൻ മുഗീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, വബനീന ശുഹൂദ, അദ്ദേഹത്തിന് ധാരാളം നേതാക്കന്മാരായ മക്കളെയും നാം പ്രദാനം ചെയ്തു. സമ്പത്തിന് പുറമെ സന്താനങ്ങളും, ധാരാളമായ സന്താനങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വെറും സന്താനങ്ങൾ മാത്രമല്ല, ശുഹൂദ് എന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയോഗിച്ചത്. ജനമധ്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യരും നേതൃശേഷിയുള്ളവരുമൊക്കെയായ, എല്ലാവരുടെയും ദൃഷ്ടിയിൽപ്പെടുന്ന രീതിയിലുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽപ്പെട്ട സന്താനങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖാലിദ് ബിൻ വലീദ് അടക്കമുള്ള മക്കൾ, അതേപോലെയുള്ള 10-12 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. വമഹത്തുലഹു തംഹീദ, നേതൃത്വത്തിന്റെ എല്ലാ സൗകര്യങ്ങളും നാം അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തു. ഒരു സമൂഹത്തിൽ നേതൃത്വവും പദവിയും മേധാവിത്വവും ഒക്കെ ഉണ്ടാവാൻ, ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയും അംഗീകാരവും ഉണ്ടാവാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ നാം അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. സുമ്മ യത്മഅൻ അസീദ്, മാത്രമല്ല ഇതൊന്നും പോരാതെ ഇനിയും തനിക്കുണ്ടാവണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. വലിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കച്ചവട വസ്തുക്കൾ അറേബ്യയുടെ നാനാഭാഗങ്ങളിലും തന്നെ എത്തുമായിരുന്നു. മാർക്കറ്റുകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വിഭവങ്ങൾ നിറഞ്ഞു നിൽക്കുമായിരുന്നു. മാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് പലിശക്ക് കൊടുക്കുന്ന ഏർപ്പാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയ പലിശ വ്യാപാരിയായിരുന്നു. ഇങ്ങനെയുള്ള ധാരാളം മാർഗങ്ങളിൽ, വിഹിതവും അവിഹിതവുമായ എല്ലാ മാർഗങ്ങളിലൂടെയും ധാരാളമായി സമ്പത്ത് സമ്പാദിച്ച വലിയ സമ്പന്നനും നേതൃശേഷിയുമുള്ള ഒരാളായിരുന്നു വലീദ് ബിൻ മുഗീറ. കല്ല ഇന്നഹു കാന ലി ആയാതിന അനീദ, പക്ഷെ അതേ അവസരത്തിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഓർക്കുകയോ, ആ അല്ലാഹുവിന് നന്ദി കാണിക്കുകയോ, ആ അല്ലാഹുവിനോട് വിനയവും വിധേയത്വവും കാണിക്കുകയോ ചെയ്യുക അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നില്ല. നേരെ മറിച്ച് ഇതിനെല്ലാം വിപരീതമായി ഒരു തരത്തിലുള്ള കുശുമ്പും, ഒരു തരത്തിലുള്ള ധിക്കാര മനസ്സും, ഒരു തരത്തിലുള്ള തിരസ്കാരവുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. ഇതൊന്നും തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ പേരിലോ മനസ്സിലാവാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ സത്യം ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതിന്റെ പേരിലോ ആയിരുന്നില്ല എന്നുകൂടി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ വലീദിനെ സംബന്ധിച്ചിടത്തോളം, വലീദ് ബിൻ മുഗീറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നല്ല ബുദ്ധിശക്തിയുള്ള ആളായിരുന്നു അദ്ദേഹം. കാര്യങ്ങളെ ഗ്രഹിക്കുവാനും ചിന്തിക്കുവാനും സത്യം എന്താണെന്ന് കണ്ടെത്തുവാനും അറിയുവാനുമെല്ലാം തന്നെ അദ്ദേഹത്തിന് സ്വയം കഴിവുണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിൽ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ മദ്യപാനമൊക്കെ വർജിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു വലീദ് എന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അദ്ദേഹം മദ്യപിക്കുമായിരുന്നില്ല. അത് മോശമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തന്റെ മക്കളെ മദ്യപാനത്തിൽ നിന്ന് വിരമിപ്പിക്കുവാനോ അല്ലെങ്കിൽ മദ്യപാനികളാവാതിരിക്കുവാനോ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമുമായി കൊണ്ട് മക്കയിൽ പ്രത്യക്ഷപ്പെടുകയും ആളുകളെ ഏകദൈവ വിശ്വാസത്തിലേക്കും തൗഹീദിലേക്ക് ക്ഷണിക്കുകയും എല്ലാം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, ഈ വചനങ്ങളെ സംബന്ധിച്ചും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് ശരിയാണ് എന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. അതുതന്നെയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ മുഹമ്മദായി പോകുന്നു പറയുന്നത്,
ഇതെല്ലാം തന്നെ വേറെ ഒരു വിഭാഗക്കാരാണ്, വേറെ ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ വേറെ ഒരു കുടുംബമാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ബഹുമതിയും അതിന്റെ സ്ഥാനവും ഒക്കെ അവർക്കാണ് ലഭിക്കുന്നത്. അവരെ പിൻപറ്റുക, അവർ പറയുന്നത് സ്വീകരിക്കുക, ആ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്ന് പറയുന്നത് തന്നെ പോലെയുള്ള ആളുകൾക്ക് യോജിച്ചതല്ല. ഇതായിരുന്നു വലീദിനെ സംബന്ധിച്ചിടത്തോളമുള്ള നിലപാട്. ആ അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും നിലപാടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നാശത്തിന് കാരണമായി തീരുകയും ചെയ്തത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഖുറൈശികളുടെ ഇടയിൽ വളരെ സ്വീകാര്യനായ, വളരെ നേതൃശേഷിയുള്ള ആളായിരുന്നു എന്ന് നാം പറഞ്ഞല്ലോ. അവർ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന അവരുടെ ന്യായാധിപന്മാരായ ആളുകളുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് മധ്യസ്ഥം പറയുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായിട്ട് അറിയപ്പെടുന്ന ആളായിരുന്നു വലീദ്. അതുപോലെ തന്നെ ദാറുൻ നദുവ എന്ന് പറയുന്ന ഒരു സംവിധാനം, കാര്യങ്ങൾ കൂടി ആലോചിക്കുക. കുടുംബത്തിലെ നേതാക്കന്മാരും ഗോത്രനായകന്മാരുമായ ആളുകളൊക്കെ രാജ്യത്തെയും സമൂഹങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളെ പരസ്പരം ചർച്ച ചെയ്യുവാനും അതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെയുള്ള ആ കാലത്തെ ഒരു സംവിധാനമാണ് ദാറുൻ നദുവ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സഭ. ഈ സഭയിൽ അറിയപ്പെടുന്ന ഒരു അംഗവും ക്ഷണിക്കപ്പെടുന്ന ഒരു നേതാവും അതുപോലെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ അഭിപ്രായം ചോദിക്കപ്പെടുന്ന ഒരാളുമായിരുന്നു അദ്ദേഹം എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ധാരാളമായി സമ്പത്തിന്റെ ഉടമയും സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങളുമൊക്കെ ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അത്ര സമ്പത്തില്ലാത്തവനും അതുപോലെ തന്നെ വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് അറിയപ്പെടാത്തവനും ആ രൂപത്തിൽ സമൂഹത്തിൽ ഒരു നേതാവായിക്കൊണ്ട് നേരത്തെ തന്നെ പരിചയമില്ലാത്തവനുമായ ഒരു വ്യക്തിയെ പിന്തുടരുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, തന്നെ പോലെയുള്ള ആളുകൾക്ക് അത് ഭൂഷണമാകുമോ എന്നായിരുന്നു ഈ വലീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലപാട്. അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം, ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. ഈ നാട്ടിലെ ഒരു മഹാനായ ഒരു വ്യക്തിക്ക്, ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിക്കല്ലേ ഈ വിശുദ്ധ ഖുർആൻ അവതീർണമാവേണ്ടത്, അയാൾക്കല്ലേ ഈ വഹി ലഭിക്കേണ്ടത് എന്ന് എന്തുകൊണ്ട് അത്തരക്കാരായ ഒരാള് ഈ വഹിയുമായി കൊണ്ട് പ്രത്യക്ഷപ്പെട്ടില്ല എന്നായിരുന്നു വലീദ് ബിൻ മുഗീറയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വീകരിക്കാതിരിക്കാനൊക്കെയുള്ള ന്യായം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം മനസ്സാക്ഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും നബി തിരുമേനി പറയുന്ന കാര്യങ്ങൾ ദൈവീകമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹിയാണ് എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടും ഈ ഒരു അഹന്തയുടെയും ഈ ഒരു ധിക്കാരത്തിന്റെയും പേരിലാണ് വലീദ് പിന്മാറിക്കളഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വഹയുമായി കൊണ്ടും പരിശുദ്ധ ഖുർആനുമായി കൊണ്ടും തന്റെ നുബുവത്തിന്റെ കാര്യങ്ങളും മക്കയിൽ ഇങ്ങനെ പറയാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം, അതിന്റെ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ ആ സന്ദർഭത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായി എന്തെല്ലാം കരുനീക്കങ്ങളാണ് നടത്തേണ്ടത്, എന്തെല്ലാം തരത്തിലുള്ള എതിർപ്പുകളാണ് സംഘടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളെ ഈ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഈ കാര്യങ്ങൾക്കെല്ലാം മാർഗദർശനം നൽകുകയും ആവശ്യമായ നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു നിലപാട് വലീദ് സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നുബുവത്തുമായി കൊണ്ട് പ്രത്യക്ഷപ്പെട്ട സന്ദർഭത്തിൽ ഈ ഒരിക്കൽ ഹജ്ജ് സീസൺ അടുത്തു പോകുന്ന സന്ദർഭം വരികയുണ്ടായി. ഹജ്ജ് സീസൺ അടുത്തു വന്നാൽ സ്വാഭാവികമായി നമുക്കറിയാവുന്നതുപോലെ അറേബ്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങള് ഈ മക്കയിലേക്ക് ഒഴുകി വരുന്ന ഒരവസ്ഥയുണ്ട്. നേതാക്കന്മാരും അതുപോലെ തന്നെ ഗോത്രനായകന്മാരും സമൂഹത്തിലെ അറിയപ്പെടുന്ന ആളുകളും എല്ലാം ഹജ്ജ് സീസൺ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു മഹാസംഭവമായിരുന്നു. ഇങ്ങനെ
ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ ഇസ്ലാമിക പ്രബോധനം ദഅവത്ത് നടത്തുക എന്നുള്ളത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതിയായിരുന്നു. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ആ ഇസ്ലാമികമായ വഹയുകൾ, പരിശുദ്ധ ഖുർആന്റെ വഹയുകൾ അവരെ കേൾപ്പിക്കുക. ഇത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതിയായിരുന്നു. അപ്പൊ ഈ സന്ദർഭത്തിൽ ഖുറൈശികളും അല്ലാത്തവരുമായ നേതാക്കന്മാർ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കുകയും തിരുമേനിയുടെ ഈ വഹയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിക സൂക്തങ്ങളും ഒക്കെ അവരെ മനസ്സിലാക്കുകയും ചെയ്താൽ അതിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല. അവരതിന്റെ സ്വാധീനത്തിൽ പെടും എന്ന് വലീദ് ബിൻ മുഗീറ നിശ്ചയിക്കുകയും തീർച്ചപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ആ സന്ദർഭം ആസന്നമാകുന്നതിന്റെ മുമ്പ് തന്നെ ഖുറൈശി പ്രമാണിമാരെ എല്ലാം തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് കൂടിയാലോചിക്കാൻ വലീദ് ബിൻ മുഗീറ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഖുറൈശി പ്രമാണിമാരും ആ കഅബയ്ക്ക് ചുറ്റും അതിന്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിക്കുന്നവരുമായ ഗോത്രനായകന്മാരെ എല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വലീദ് ബിൻ മുഗീറ പറയുകയുണ്ടായി, ഇതാ ഹജ്ജ് സീസൺ സമാഗതമായിരിക്കുകയാണല്ലോ, ഇനി പല ആളുകളും നമ്മുടെ നാട്ടിലേക്ക് വരും. ഈ ആളുകളൊക്കെ വരുമ്പോൾ മുഹമ്മദ് അവരെ സമീപിക്കും. എന്നിട്ട് മുഹമ്മദിന്റെ ദീനിനെ സംബന്ധിച്ചും അവന്റെ തൗഹീദിനെ സംബന്ധിച്ചും അവരെ കേൾപ്പിക്കുകയും അവരതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. അതിനെല്ലാം പുറമെ ഈ ഖുർആനിക സൂക്തങ്ങൾ, ഖുർആനിന്റേതായ ആയത്തുകൾ മുഹമ്മദ് അവരെ ഓതി കേൾപ്പിക്കും. ഈ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അതിന് അങ്ങേയറ്റത്തെ ഒരു വശ്യതയുണ്ട്, ഒരാകർഷണീയതയുണ്ട്. പ്രത്യേകിച്ചും അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ അറബി ഭാഷയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കഴിവും ഒരു പ്രത്യേകമായ ഒരു അതിന് വൈദഗ്ധ്യവും വെച്ചു പുലർത്തുന്ന ആളുകളായിരുന്നു. ആ ഭാഷാപരമായിട്ടുള്ള സൗന്ദര്യവും ആ ഭാഷയുടെ പ്രത്യേകതയുമെല്ലാം തന്നെ അവരെ ഹഠാത്താകർഷിക്കുകയും അവരതിൽ ആകൃഷ്ടരാവുകയും ചെയ്യുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീനിലേക്കുള്ള ക്ഷണവും അതിനു പുറമെ ഖുർആനിക സൂക്തങ്ങൾ കേൾപ്പിക്കുന്ന ഒരു നിലപാടും കൂടി ഉണ്ടാവുകയാണ് എങ്കിൽ സ്വാഭാവികമായും ആളുകൾ അവന്റെ ദീനിൽ വിശ്വസിക്കും. നമ്മുടെ ഈ പൂർവികമായ ആചാര സമ്പ്രദായങ്ങളിൽ നിന്നും കഅബയുടെയും ഖുറൈശികളുടെയും ഒക്കെ ഈ മേധാവിത്വമൊക്കെ നശിച്ചു പോകാൻ ഇടയാകുന്ന പ്രവർത്തനങ്ങൾ അത് മുഖേന ഉണ്ടായിത്തീരും എന്ന ആശങ്ക വലീദിന് ധാരാളമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വലീദ് അവരോട് പറഞ്ഞു, അതുകൊണ്ട് മുഹമ്മദിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരു ഏകീകൃതമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഏകീകൃതമായ നിലപാട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും മുഹമ്മദിനെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും പറയുക, പല രീതിയിലും സംസാരിക്കുക, പല രൂപത്തിലും മുഹമ്മദിന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ വെക്കുക. അങ്ങനെയായാൽ വിശ്വാസ്യത ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ഒരേ രൂപത്തിൽ തന്നെ മുഹമ്മദിനെതിരായിട്ടുള്ള ചില പ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയും ഒരേ കാര്യം പറയുകയും അവന്റെ കുറ്റങ്ങളും കുറവുകളും എന്താണ് അത് ഒന്നിച്ച് ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്ന് വലീദ് അവരെ ഉപദേശിക്കുകയുണ്ടായി. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി എന്നിട്ട് അവരോട് എന്താണ് ഈ വിഷയകമായിട്ട് നമ്മൾ പറയേണ്ടത് എന്ന കാര്യം അവരെ കൂടിയാലോചിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചാണ് പറയുന്നത്, വഅന്നകും തസ്ഉമൂന അന്ന മുഹമ്മദൻ മജ്നൂൻ. നിങ്ങളിപ്പോൾ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്കിടയിൽ മുഹമ്മദിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ പ്രചാരവേലകൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓരോ ആരോപണങ്ങളെയും എടുത്തുകൊണ്ട് വലീദ് കെട്ടഴിക്കുകയാണ്, അപഗ്രഥിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഭ്രാന്താണ് എന്ന് പറയുന്നു. വഹൽ റഅയ്തുമൂഹു യജിന്നു. എന്നാൽ മുഹമ്മദിന് എന്തെങ്കിലും തരത്തിലുള്ള വല്ല ഭ്രാന്തമുള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ? മുഹമ്മദ് യഥാർത്ഥത്തിൽ ഒരു ഭ്രാന്തനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വലീദ് അവരോട് ചോദിക്കുന്നു. ഖുറൈശികൾ പറയുന്നു, കാലൂല, അതൊരിക്കലും തന്നെ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, തസ്ഉമൂന ഇന്നഹു കാഹിൻ, അവനെ ഒരു ജ്യോത്സ്യനാണ് എന്ന് നിങ്ങൾ പ്രചാരവേല നടത്തുന്നുണ്ടല്ലോ. വഹൽ റഅയ്തുമൂഹു യതകഹൻ. അതേ അവസരത്തിൽ ജ്യോത്സ്യന്മാർ ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം മുഹമ്മദിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കാലൂല. അപ്പോൾ തന്നെ അവരുടെ നിഷേധാർത്ഥത്തിലാണ് മറുപടി പറയുന്നത്, അതും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. കാല തസ്ഉമൂന ഇന്നഹു ഷായിർ, അയാൾ ഒരു കവിയാണ്, മുഹമ്മദ് ഒരു കവിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ.
ഹൽ റഅയ്തുമൂഹു യന്തിഖു ബിശൈരിൻ, അയാൾ എന്തെങ്കിലും തരത്തിലുള്ള കവിത അവതരിപ്പിച്ചതായിട്ടോ അല്ലെങ്കിൽ ഒരു കവിയായിട്ട് അറിയപ്പെടുന്ന ആളാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഖാലൂ ലാ, അപ്പോഴും അവർ പറയുന്നു ഇല്ല, അങ്ങനെയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന്. ഫതസഅമൂന ഇന്നഹു കസ്സാബ്, പിന്നീട് അദ്ദേഹം ചോദിക്കുന്നു അവൻ നുണ പറയുകയാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, പ്രവാചകനാണ് എന്നും വഹി ലഭിക്കുന്നു എന്നും ജിബ്രീൽ വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കളവാണ് എന്നാണല്ലോ നിങ്ങളുടെ ഒരു വാദം. ഫഹൽ ജറബ്തും അലൈഹി ശൈഅൻ മിനൽ കദീബ്, എന്നാൽ ഇതിനു മുമ്പ് എന്തെങ്കിലും കളവുകൾ അവൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഖാലൂ ലാ, എന്നാൽ അതും ഇല്ല എന്നാണ് അവരുടെ മറുപടി. അപ്പോൾ അവസാനമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് എല്ലാം കെട്ടഴിച്ച് അപഗ്രഥിച്ച് ഇതൊന്നും ശരിയല്ല എന്ന് തന്റെ സംബോധിതരായ ആളുകളുടെ മുന്നിൽ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർ പറയുന്ന ഒരു ന്യായവും വലീദ് സ്വീകരിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രചാരവേലയും ഇനി വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് വലീദിന്റെ അഭിപ്രായമെന്ന് ഖുറൈശികൾക്ക് മനസ്സിലായപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഫമാഹുവ, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന രീതിയിൽ എന്താണ് നമ്മൾ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം പ്രചരിപ്പിക്കേണ്ടത് എന്ന് അവർ വലീദിനോട് തിരിച്ചു ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ചാണ് വലീദ് മറുപടി പറയും, ഞാനൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചതിന് ശേഷം എന്താണ് അവനെ സംബന്ധിച്ച് പ്രചരിപ്പിക്കേണ്ടത് എന്ന് ഞാൻ അഭിപ്രായം പറയാം എന്ന രൂപത്തിൽ അയാൾ വിരമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനെ സംബന്ധിച്ചാണ് ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുബില കൈഫ ഖദ്ദർ എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞത്. അവൻ കൂടുതൽ വീട്ടുവിചാരത്തിന്റെ സമയം ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള കണക്കുകൾ കൂട്ടുകയും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വലീദ് അവരോട് പറയുകയാണ്, നിങ്ങൾ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ നിരീക്ഷിച്ചാൽ, സൂക്ഷ്മമായി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആളുകൾക്കിടയിൽ അനൈക്യമുണ്ടാക്കുകയും കുടുംബങ്ങളെ തകർക്കുകയും അതുപോലെ അവരെ പരസ്പരം ശത്രുക്കളാക്കിക്കൊണ്ട് മാറ്റുകയും ചെയ്യുന്ന നിലപാടാണല്ലോ മുഹമ്മദ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം പല കുടുംബങ്ങളിലും ചില യുവാക്കൾ മുഹമ്മദിന്റെ വാക്കുകൾ കേൾക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നു, അവൻ പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നു. ഇത് മുഖേന കുടുംബത്തിൽ വിള്ളലുണ്ടാകുന്നു, പലരും മാതാപിതാക്കന്മാർ തമ്മിൽ തെറ്റാനിടയാകുന്നു. അതുപോലെ തന്നെ ഒരേ കുടുംബത്തിൽ തന്നെ രക്തബന്ധുക്കൾ തമ്മിൽ അകലാൻ അത് ഇടവരുത്തുന്നു. ഇത് ഒരു തരത്തിലുള്ള മായാജാലമാണ്, ഒരു തരത്തിലുള്ള സിഹറാണ്. അതുകൊണ്ട് ഇവൻ ഒരു മാന്ത്രികനാണ് എന്നും ഈ മായാജാലക്കാരനാണ് എന്നൊക്കെയുള്ള ഒരു പ്രചാരണം അതിൽ നമുക്ക് ഉറച്ചു നിൽക്കുകയും അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ആരും തന്നെ മുഹമ്മദുമായി ബന്ധപ്പെടരുത് എന്നും മുഹമ്മദിന്റെ വാക്കുകൾ കേൾക്കരുത് എന്നും അത് അവർക്ക് കൂടുതൽ അപകടം ചെയ്യുന്നതാണ്. അവന്റെ ഈ മായിക വലയത്തിൽ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് മുഹമ്മദിനോട് ഒരുമിച്ച് കൂടി ആരും തന്നെ നിൽക്കരുത്, അവന്റെ വാക്കുകൾ കേൾക്കരുത് എന്നുള്ള ഒരു പ്രചാരവേല അതുമായി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രൂപത്തിൽ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ഖുറൈശികളും അറബി പ്രമാണിമാരുമൊക്കെ അത് സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വലീദ് ബിൻ മുഗീറയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ താൽപര്യങ്ങൾക്ക് ഇസ്ലാം എതിരാകുന്നു എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നതോടുകൂടി അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ഭൗതികമായ നേട്ടങ്ങളും ഇല്ലാതെയായി പോകും എന്നുമുള്ള ആശങ്കയാണ് ഇതിൽ നിന്ന് അയാളെ പിന്തിരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ സൗർഹിഖുഹു സഊദ, അവനെ കടുത്ത ശിക്ഷ നൽകിക്കൊണ്ട് ഒരു പാഠം നാം അവനെ പഠിപ്പിക്കുന്നതാണ് എന്ന രീതിയിൽ തന്നെ താക്കീതുകൾ നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതേ പരിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്തും സൂറത്തുൽ കലമിലും ഇതേ വ്യക്തിയെ സംബന്ധിച്ച് തന്നെ പരാമർശങ്ങൾ നമുക്ക് കാണാം. വലാ തുതീകുൽ ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം അൻകാന ദാ മാലിൻ വബനീൻ ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ. വലാ തുതീകുൽ ഹല്ലാഫിൻ മഹീൻ, നിന്ദരായ ആളുകളെ, അത്തരം ആളുകളെ ഒന്നും തന്നെ അവർ പറയുന്നത് നീ ചെവി കൊടുക്കേണ്ടതില്ല. നിന്ദരായ ആളുകളാണ്, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയുന്ന ആളുകളാണ്. ഹമ്മാസിൻ മശാഇൻ ബിനമീം, ജനങ്ങൾക്കിടയിലെ പരസ്പരം നമീമത്തുമായി കൊണ്ട് നടക്കുകയും അനൈക്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, എല്ലാ നന്മകൾക്കും വിലങ്ങി നിൽക്കുകയും എല്ലാ നന്മകളെയും തടയിടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവർ കുറ്റവാളികളാണ്. ഉതുല്ലിൻ ബഅദ ദാലിക സനീം, മാത്രമല്ല ഉതുല്ല് എന്ന് പറഞ്ഞ എല്ലാ ദുർഗുണങ്ങളുടെയും കേന്ദ്രങ്ങളാണ്.
എന്നുള്ള രീതിയിൽ ഒരു ഗുണ്ട എന്നുള്ള ഒരർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ ഉതുല്ലി എന്നുള്ള പദം പ്രയോഗിക്കുക. അത്തരത്തിലുള്ള അത്രയും വൃത്തികെട്ട രീതിയിലുള്ള സ്വഭാവങ്ങളും നടപടിക്രമങ്ങളുമായിട്ട് നടക്കുന്ന ഇത്തരം ആളുകൾ, ഇങ്ങനെ അവർ ഈ ദീനിനെ എതിർക്കുവാനും സത്യവിശ്വാസത്തെ ചെറുക്കുവാനും വേണ്ടി ശ്രമിക്കുന്നത് എന്തിന്റെ പേരിലാണ്? അങ്കാനത മാലിം വ ബനീൻ, അവന് ധാരാളം സമ്പത്തും അതുപോലെ തന്നെ ധാരാളം സൗകര്യങ്ങളും സന്താനങ്ങളും ഒക്കെ ഉണ്ട് എന്നതിന്റെ പേരിലാണ്. ഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഇതെല്ലാം തന്നെ പുരാണ ഇതിഹാസങ്ങളാണ് എന്ന രൂപത്തിൽ അവയെ കളിയാക്കിക്കൊണ്ട് അവയെല്ലാം തന്നെ അവിശ്വസിക്കുന്ന നിലപാടാണ് ഇത്തരം ആളുകൾ സ്വീകരിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ നന്മയുടെ മാർഗത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും സത്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രതിരോധിക്കാനും ചെറുക്കാനും വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങൾ ചരിത്രത്തിൽ ഉടനീളം ഉള്ളതായിട്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് രേഖപ്പെടുത്തി തരുന്നു. അങ്ങനെയുള്ള ആളുകളുടെ തനിനിറങ്ങൾ വ്യക്തമാക്കുവാനും അവരുടെ മൂടുപടങ്ങൾ, അവരുടെ മുഖമൂടികൾ പറിച്ചു ചീന്തുവാനും പരിശുദ്ധ ഖുർആൻ ശ്രമിക്കുന്നതാണ് ഈ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. കാരണം ഒരു രൂപത്തിലുള്ള മാന്യമായ പെരുമാറ്റവും ഒരു രൂപത്തിലുള്ള ദയയും സഹാനുഭൂതിയും അർഹിക്കാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള സത്യത്തിന്റെ ശത്രുക്കൾ. അവർ സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സ്വയം സന്നദ്ധരല്ല എന്ന് മാത്രമല്ല, ആ സത്യത്തിന്റെ മാർഗത്തിൽ വിലങ്ങുതടികൾ ഉണ്ടാക്കാനും ജനങ്ങളെ അതിൽ നിന്ന് തടയുവാനും ജനങ്ങൾ അങ്ങോട്ട് പോകുന്നത് പ്രതിരോധിക്കുവാനും വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ സത്യമാർഗത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ദീനിന്റെ സ്വഭാവമാണ്. പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. സ്വന്തമായ ലാഭവും സ്വാർത്ഥപരമായ മോഹങ്ങളും അതുപോലെ സ്വന്തം നേതൃത്വവും സ്വന്തം പദവിയും അത് നിലനിർത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു താല്പര്യവും അത്തരക്കാരായ ആളുകൾക്കുണ്ടാവുകയില്ല. ഈ ഐഹിക ജീവിതത്തിന് അപ്പുറത്തേക്കുള്ള ഒരു ചിന്തയോ ആ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയോ ഒരു ആലോചനയോ ഒരിക്കലും തന്നെ ഇത്തരക്കാരായ ആളുകൾക്കുണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ആ കെണികളിൽ കുടുങ്ങിക്കൊണ്ട് നീങ്ങുന്ന സാധാരണക്കാരായ ആളുകളും അതുപോലെ തന്നെ അവരുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ കണ്ട് അവരുടെ ധാടിയും മോടിയും പ്രൗഢിയുമെല്ലാം തന്നെ കണ്ട് അതിൽ ആകൃഷ്ടരാകുന്ന പാവപ്പെട്ടവരായ ആളുകളുമൊക്കെ ഈ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ഇവരുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം എന്ന സന്ദേശമാണ്, ആഹ്വാനമാണ് ഈ പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് നിലകൊള്ളാൻ സത്യവിശ്വാസികൾ സന്നദ്ധമാവണമെന്നും അതിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് വേണ്ടി ലോകത്തുള്ള എല്ലാ ശക്തികളും പരിശ്രമിക്കുകയാണെങ്കിൽ പോലും ആ ശക്തികളുടെ എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനകളും അത് അവരുടെ താൽക്കാലികമായ താൽപര്യങ്ങൾക്ക് വേണ്ടി അവർ എടുക്കുന്ന തന്ത്രങ്ങളാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യണം എന്നുള്ളതാണ് സത്യവിശ്വാസികൾ ഈ ആയത്തുകളിൽ നിന്ന് പഠിക്കേണ്ട പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥം മനസ്സിലാക്കുവാനും ആ ഗ്രന്ഥത്തിലെ തത്വങ്ങളും പാഠങ്ങളും ജീവിതത്തിൽ പകർത്തുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.